അപ്പോൾ ഇപ്പം നമ്മളുള്ളത് രാമേശ്വരത്ത് ധനുഷ്കോടിയിൽ പ്രേതനഗർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിൽ നശിച്ചു പോയ ഒരു പള്ളിയുടെ സ്മാരകം, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. 1964 ശ്രീലങ്കൻ തീരത്തുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ ഇവിടുത്തെ ഒരു ഗ്രാമം മുഴുവനായിട്ട് നശിച്ചു പോവുകയും അതുപോലെ തന്നെ 1800 പേരോളുടെ ജീവനെടുത്ത ഒരു കൊടുങ്കാറ്റായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകമായിട്ട്, ഒരു ഓർമ്മയായിട്ട് ഇന്നും മൂകസാക്ഷിയായിട്ട് അവശേഷിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ആ പള്ളിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു. ആ ഒരു ഗ്രാമം അപ്പാടെ തുടച്ച് നീക്കപ്പെട്ടു. അപ്പോൾ ഇന്ന് ഇതാ അവശേഷിക്കുന്നത് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇത് പ്രേതനഗർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയേക്കുവാണ് കേട്ടോ. ധനുഷ്കോടി എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം, പാമ്പൻ പാലം, അങ്ങനെ രാമേശ്വരത്തെ ആ ഒരു ഗ്രാമത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കിയ ഒരു ചുഴലിക്കാറ്റായിരുന്നു കേട്ടോ അത്. ഏകദേശം രാത്രി 11 മണിയായപ്പോഴാണ് ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കിരുന്ന ആ ഒരു ജനങ്ങൾ പിന്നെ രാവിലെ എഴുന്നേൽക്കില്ല, മരണത്തിലേക്കാണ് പോകണമെന്നറിയാതെ കിടന്നുറങ്ങിയ ഒരുപാട് കുട്ടികളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ രാമേശ്വരത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത്. അപ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ ഇത് കണ്ടോ, ഇത് ഇത്തലാണ്, നമ്മളുടെ കടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത്തലാണ്. ഇത്തലിൽ തീർത്ത, ഒറിജിനൽ ഇത്തലിൽ തീർത്ത, ശംഖിലൊക്കെ തീർത്ത ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടോട്ടാ. അങ്ങനെ പ്രേതനഗർ എന്നറിയപ്പെടുന്ന നമ്മുടെ രാമേശ്വരത്തെ ഒരുപാട് പേരുടെ ജീവനെടുത്ത, അതിനും ഇപ്പോൾ ഒരു മുഖസാക്ഷിയായിട്ട് സ്മാരകമായിട്ട് അവശേഷിക്കുന്ന നമ്മുടെ ആ പള്ളിമുറ്റത്ത് നമുക്കും എത്താൻ പറ്റി. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവിടെ കയറിയത്. ഒരു കാലത്ത് ഒരുപാട് ജനങ്ങളും വ്യവസായങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രാമമാണ് ഇന്ന് വിജനമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് കച്ചവടക്കാരും ഈ ഒരു പള്ളിയുടെ സൈഡിലായിട്ട് ഒത്തിരി കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ.